ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ വെച്ചിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. അതൊരു 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി സോയ സോസിൽ നമ്മൾ ഉപ്പുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഒരു 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് എഗ്ഗും കൂടെ, 1 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ഒരു കോട്ടിങ് കിട്ടാനായിട്ട് എഗ്ഗിലും മൈദയിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ മൈദയിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആദ്യം എഗ്ഗിലൊന്ന് മുക്കി കൊടുക്കണം. ഇനി നമുക്ക് മൈദയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ചിക്കൻ പീസസും നമുക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. മയോണൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.